നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് 16, 17 തീയതികളിലുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, രാജ്യത്തെ ഏതെങ്കിലും ഒരു വിധത്തിൽ കുറ്റകൃത്യം ചെയ്ത് മുങ്ങുന്നവരെ കണ്ടെത്താനുള്ള സംവിധാനം ഏതാണ്? എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടത്തി നാടുവിട്ട് പോകുന്നവരെ കണ്ടെത്താനുള്ള സംവിധാനം, അതിന്റെ പേരാണ് നഫീസ് എന്ന് പറയുന്നത്. നഫീസ് ആണ് ഉത്തരം. നഫീസ് എന്ന് പറയുന്നത് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. ഇതാണ് നഫീസിന്റെ ഫുൾ ഫോം. അപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടത്തി നാടുവിട്ട് പോകുന്നവരെ കണ്ടെത്താനുള്ള സംവിധാനമാണ് നഫീസ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് എന്താണ്? ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ഇതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര്. മൂന്നാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമതായി എത്തി നിൽക്കുന്ന രാജ്യം ഏതാണ്? അന്താരാഷ്ട്ര നാണയനിധി, അതായത് IMF, ഇന്റർനാഷണൽ മോണ്ടിസോറി ഫണ്ട്, പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലുള്ള അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തു വച്ചേക്കാം. നാലാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏതാണ്? കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും ഒരേ ഒരു നഗരത്തെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആ നഗരം ഏതാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം, 2024 മാർച്ചിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രദേശം ഏതാണ്? 2024 മാർച്ചിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രദേശം ഏതാണ്? ഹെയ്റ്റ്ലി എന്നുള്ളതാണ്. ഹെയ്റ്റ്ലി എന്ന് പറയുന്നത് ഒരു കരീബിയൻ രാജ്യമാണ്. കരീബിയനിലെ ആദ്യ സ്വതന്ത്ര രാജ്യമാണ് ഹെയ്റ്റ്ലി എന്ന് പറയുന്നത്. ഓക്കെ. ആറാമത്തെ ചോദ്യം, 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? അപ്പോൾ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് ഈ പ്രാവശ്യമുള്ള പ്ലാനറ്റ് എർത്ത് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ എസ് ഫെയ്സി ആണ്. ഡോക്ടർ എസ് ഫെയ്സി അമേരിക്കയിലുള്ള ഒറിഗോൺ സർവകലാശാല ആസ്ഥാനമായിട്ടുള്ള വേൾഡ് അലയൻസ് ഓഫ് സയൻസ് ആണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് നൽകുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ദേശീയ വാക്സിൻ ദിനം എന്നാണ്? ദേശീയ വാക്സിൻ ദിനം എന്നാണ് മാർച്ച് 16 മാർച്ച് മാസത്തിനോടനുബന്ധിച്ച് ഒരുപാട് ദിവസങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് എല്ലാ ദിവസത്തെയും മാർച്ചിലുള്ള പ്രത്യേക ദിവസങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ദിനങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു മാസത്തിലുള്ള പ്രധാനപ്പെട്ട ദിനങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഓക്കെ. അടുത്തത് എട്ടാമത്തെ ചോദ്യം, പലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? പലസ്തീനിലെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? മുഹമ്മദ് മുസ്തഫയാണ്. മുഹമ്മദ് മുസ്തഫ. അടുത്ത ചോദ്യം, കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന്? കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണ്? 2024 ഏപ്രിൽ 26 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അടുത്ത ചോദ്യം, UNDP പുറത്തിറക്കിയ 2022 മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? മാനവ വികസന സൂചിക എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതിലെ ഒന്നാമതായിട്ട് നിൽക്കുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. ഇതുപോലുള്ള കൂടുതൽ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോയ്ക്കായി ദൃഷ്ടി ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എല്ലാവരും പഠിക്കുക. താങ്ക് യു.